Hi dear friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടാവുന്ന പ്രഷർ കുക്കർ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ്. അപ്പോൾ കുക്കർ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ്, നമ്മൾ കുക്കർ കുറേ നാളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ മഞ്ഞ കളറൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഡിഷ് വാഷൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്നൊന്ന് കഴുകിയെടുത്താലൊന്നും അതൊന്നും പോവില്ല. അപ്പോൾ അത് എളുപ്പത്തിൽ കളയാൻ എന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അത് ഈ കുക്കറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാത്രം കഴുകണ ലിക്വിഡ്, അത് ഏത് ലിക്വിഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മഞ്ഞ കളറുള്ള ഭാഗത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഈ കറുള്ള ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ലിക്വിഡ് ഇതിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ഉരച്ച് കഴുകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ലിക്വിഡൊക്കെ വെച്ചിട്ട് കഴുകണേക്കാൾ നല്ലൊരു റിസൾട്ട് ഇതുപോലെ കഴുകിയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിൽ ആ മഞ്ഞ കളറൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അധികം വരക്കാതെയും ബുദ്ധിമുട്ടാതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ കുക്കർ ആ മഞ്ഞ കളറും ഒക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ്, നമ്മുടെ കുക്കറിൻ്റെ വാഷറൊക്കെ ലൂസായി പോകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വാഷർ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ രാവിലെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി ഫ്രീസറിൽ വെച്ചിട്ട് രാവിലെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇനി വാഷർ ലൂസാവുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ കുക്കറിൻ്റെ സ്ക്രൂ ഒക്കെ ഇതുപോലെ ഇടയ്ക്ക് ഇളകിയിട്ട് പിടിയൊക്കെ ലൂസായിരിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഫെവിക്വിക്ക് ആ സ്ക്രൂവിൻ്റെ ഭാഗത്തൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നമ്മൾ എത്ര ടൈറ്റ് ചെയ്ത് കൊടുത്താലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സ്ക്രൂ ലൂസായിട്ട് നമ്മുടെ കുക്കറിൻ്റെ പിടി ഇതുപോലെ ഇളകി നിൽക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ കുക്കർ കുക്ക് ചെയ്യാനായി എടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് എന്തെങ്കിലുമൊക്കെ അടച്ചിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് പോകാനായിട്ട് നമ്മൾ ശക്തിയായിട്ട് അതൊന്ന് ഊതിക്കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് കുക്കറൊക്കെ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ കുക്കറിൽ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് പരിപ്പോ ചോറോ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് അതൊക്കെ തിളച്ചിട്ട് പുറത്തേക്കൊക്കെ ഒലിച്ച് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ കുക്കർ പെട്ടെന്ന് നാശമായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് കുക്കറിൻ്റെ വാഷറിലൊക്കെ ഇതുപോലെ ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. അത് ഏത് ഓയിലായാലും കുഴപ്പമില്ല. കുക്കറിൻ്റെ വാഷറിലും അതുപോലെ അടപ്പിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് ഓയിൽ ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തിളച്ചിട്ടൊക്കെ പുറത്തേക്ക് വരുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുക്കറൊക്കെ ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക.